ഗുഡ് മോർണിംഗ്. രജിത ബാലുവാണേ. ഹോം ഗാർഡനിലേക്ക് കൂട്ടാവുന്ന മറ്റൊരു ചെടിയുടെ വിശേഷവുമായിട്ടാണ് വന്നിട്ടുള്ളത്. വീഡിയോ കണ്ടാലും. ചില ചെടികളും വൃക്ഷങ്ങളും നട്ടുപരിപാലിക്കുന്നതിലൂടെ വീട്ടിൽ അനുകൂല ഊർജം നിറയ്ക്കാൻ സാധിക്കും. അതിൽ ഒന്നാണ് ഭാരതീയർക്ക് മംഗളകർമ്മങ്ങളിൽ ഒഴിച്ചുകൂടാനാവാത്ത വെറ്റില. മഹത്വമുള്ളതും മംഗളകരവുമായ വെറ്റിലയെ ഐശ്വര്യത്തിന്റെ പ്രതീകമായാണ് കണക്കാക്കുന്നത്. വെറ്റിലയുടെ അഗ്രഭാഗത്ത് ലക്ഷ്മി ദേവിയും മധ്യഭാഗത്ത് സരസ്വതിയും ഉള്ളിൽ വിഷ്ണുവും പുറത്ത് ചന്ദ്രനും കോണുകളിൽ ശിവനും ബ്രഹ്മാവും വസിക്കുന്നു എന്നാണ് വിശ്വാസം. വെറ്റിലയുടെ ഞരമ്പുകളെല്ലാം വന്നു സംഗമിക്കുന്ന വാലറ്റത്ത് ജ്യേഷ്ഠാഭഗവതിയും വലതുഭാഗത്ത് പാർവതി ദേവിയും ഇടതുഭാഗത്ത് ഭൂമിദേവിയും ഉപരിഭാഗത്ത് ഇന്ദ്രനും ആദിത്യനും എല്ലാ ഭാഗങ്ങളിലും കാമദേവനും സ്ഥിതി ചെയ്യുന്നു. ചുരുക്കത്തിൽ ത്രിമൂർത്തി സ്വരൂപവും ലക്ഷ്മി പ്രതീകവുമാണ് വെറ്റില. ശിവപാർവതിമാർ കൈലാസത്തിൽ മുളപ്പിച്ചെടുത്ത സസ്യമാണ് വെറ്റില എന്നാണ് ഐതിഹ്യം. വെറ്റില പതിവായി കഴിക്കുന്നു എന്ന് സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ലളിതാ സഹസ്രനാമത്തിൽ ദേവിയെ താമ്പൂലപൂരിതമുഖി എന്ന് വിശേഷിപ്പിക്കുന്നു. മറ്റൊരു ഇലയ്ക്കുമില്ലാത്ത അനേകം പ്രത്യേകതകൾ വെറ്റിലയ്ക്കുണ്ട്. ഐശ്വര്യത്തിന്റെ പ്രതീകമായ വെറ്റില വീട്ടിൽ നട്ട് പരിപാലിക്കുന്നതും ഉത്തമമാണ്, പ്രത്യേകിച്ചും വീടിന്റെ തെക്കു പടിഞ്ഞാറേ കോണായ കന്നിമൂലയിൽ. വെറ്റില ചെടിക്ക് ഇന്ന ദിശകൾ എന്ന് പ്രത്യേകം എടുത്തു പറയുന്നില്ല, എല്ലാ ദിശകളും കൊള്ളാം. എന്നിരുന്നാലും സാധാരണയായി പറയാറുള്ളത് കുബേരദിക്കായ വടക്കോ അല്ലെങ്കിൽ വടക്ക് കിഴക്കോ ഒക്കെ ആയിട്ട്, അല്ലെങ്കിൽ കിഴക്ക് ദിക്കായാലും നമുക്ക് വെക്കാം. എന്നിരുന്നാലും കന്നിമൂലയിൽ വെച്ച് പിടിപ്പിക്കുകയാണെങ്കിൽ അത് അതിശയകരമായ ഒരു മാറ്റം നമ്മുടെ വീട്ടിലേക്ക് കൊണ്ടുവരും എന്ന് ഒരു വിശ്വാസം കൂടെ ഉണ്ട്. വെറ്റില ചെടിയുടെ പരിസരം ശുദ്ധിയായി സൂക്ഷിക്കണം. സകല ദേവത സാന്നിധ്യം നിറഞ്ഞ വെറ്റില നട്ടുപരിപാലിക്കുന്നതിലൂടെ ഭവനത്തിൽ ഐശ്വര്യം കളിയാടുമെന്നാണ് വിശ്വാസം. ലക്ഷ്മി ദേവിയുടെ വാസസ്ഥലമായ വെറ്റിലയും പാക്കും നാണയത്തുട്ടും ചേർത്ത് വിവാഹാദി മംഗളകർമ്മങ്ങളിൽ ആചാര്യന്മാർക്ക് ദക്ഷിണയായി നൽകിയാൽ കുടുംബത്തിൽ ഐശ്വര്യവും സമൃദ്ധിയും ഉണ്ടാകുമെന്നാണ് വിശ്വാസം. ഇത്രയേറെ ആത്മീയ ഗുണങ്ങൾ പ്രദാനം ചെയ്യുന്ന വളരെ ശ്രേഷ്ഠമായിട്ടുള്ള നമ്മുടെ വെറ്റിലയ്ക്ക് ആരോഗ്യപരമായും ഔഷധപരമായും നമുക്ക് ഒരുപാട് വലിയ വലിയ ഗുണങ്ങൾ പ്രദാനം ചെയ്യാനുള്ള കഴിവും കൂടെ ഉണ്ട്. ആരോഗ്യ ഗുണങ്ങളിൽ പ്രധാനമായിട്ടും ദഹനം മെച്ചപ്പെടുത്തുന്നു എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു സവിശേഷതയാണ്. സാധാരണയായിട്ട് പണ്ടൊക്കെ നമ്മുടെ മുത്തശ്ശിമാരും ഒക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാല് നാലും കൂട്ടി ഒരു മുറുക്കുണ്ടായിരുന്നു അല്ലെ. ചുണ്ണാമ്പും പുകലയും അതുപോലെ പാക്കും വെറ്റിലൊക്കെ വെച്ചുകൊണ്ടാണ് അന്ന് മുറുക്കിയിരുന്നത്. പിന്നെ അതെല്ലാം ക്യാൻസറിന് കാരണമാകുന്നു, അല്ലെങ്കിൽ ഹെൽത്തിന് അത്ര നല്ലതല്ല എന്നുള്ള ആ ഒരു തിരിച്ചറിവിന്റെ ഒക്കെ ഭാഗമായിട്ട് തലമുറകൾ പിന്നീട് വന്നപ്പോ അത് ഉപേക്ഷിക്കാണ് ഉണ്ടായത്. പക്ഷെ അത്തരത്തില് ഭക്ഷണശേഷം കഴിക്കുന്ന ചവയ്ക്കുന്ന ആ ഒരു മുറുക്കാന് ഒട്ടനവധി ഗുണങ്ങൾ നമുക്ക് നൽകാനായിട്ട് കഴിയുമെന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. പ്രത്യേകിച്ചും നമുക്ക് നമ്മളുടെ ദഹനത്തിന് ആവശ്യമായിട്ടുള്ള ഉമിനീരിന്റെ ഉൽപാദനം, അതുപോലെ തന്നെ നമ്മുടെ വായനാറ്റം പോവാനും വായ ശുദ്ധിയാവാനും ഒക്കെ ഇത് സഹായിക്കും എന്നാണ് വൈദ്യശാസ്ത്രം പറയുന്നത്. അതുപോലെ തന്നെ ജലദോഷം, കഫക്കെട്ട്, ചുമയൊക്കെ ഉണ്ടാവുമ്പോഴും ഈ വെറ്റിലിട്ടിട്ട് തിളപ്പിച്ച വെള്ളമൊക്കെ കുടിക്കുക. അതുപോലെ ശ്വാസകോശ സംബന്ധമായ പ്രശ്നങ്ങൾക്കൊക്കെ ഇത് പരിഹാരമാണ്. നമ്മുടെ അടുക്കളയിൽ തന്നെ നമുക്ക് ചെയ്യാവുന്ന നുറുങ്ങു വിദ്യകൾ ആയിരുന്നു ഇത്. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പം ആക്സസ് ചെയ്യാനൊക്കെ ആയിട്ട് പണ്ട് കാലങ്ങളിൽ ഒരു വെറ്റില കൂടി ഇല്ലാത്ത ഒരു വീട് പോലും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ വേദന സംഹാരിയായിട്ടും നമ്മൾ വെറ്റില ഉപയോഗിക്കാറുണ്ട്. വെറ്റിലേനെ നമ്മൾ കുത്തിപ്പിഴിഞ്ഞ് അതിന്റെ നീരെടുത്തിട്ട് നമുക്ക് വേദനയുള്ള സ്ഥലങ്ങളിൽ, അതുപോലെ തലവേദനയൊക്കെ ഉണ്ടെങ്കിൽ, നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പുരട്ടി കൊടുക്കുന്നതും വളരെ നല്ലതാണെന്ന് മുത്തശ്ശിമാരൊക്കെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊക്കെ ചെയ്തു തരാറുണ്ട്. ഇങ്ങനെ ഒരുപാട് ആത്മീയ ഗുണങ്ങളും അതുപോലെ തന്നെ ആരോഗ്യപരമായും ഔഷധപരമായും ഒക്കെ ഗുണങ്ങളുള്ള ഒരു ഔഷധ ചെടിയും കൂടെ ആണ് നമ്മുടെ വെറ്റില. ഔഷധ ചെടിയായോ അലങ്കാര ചെടിയായോ ഒക്കെ വളർത്താവുന്ന ഈ ചെടി നമുക്ക് ചുറ്റും നല്ല പച്ചപ്പ് തരുന്നു. അതുപോലെ തന്നെ നമ്മുടെ ചുറ്റുമുള്ള അന്തരീക്ഷ വായുവിനെ ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു.
അതുപോലെ തന്നെയാണ് നമ്മുടെ വീട്ടിലേക്ക് ഐശ്വര്യം പ്രദാനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് വെറ്റില ഇല്ലാത്തവര് ഒരു വെറ്റില കൂടി വെച്ച് പിടിപ്പിക്കാനായിട്ട് മറക്കരുതേ. ഒരുപാട് ഗുണങ്ങളും വിശേഷങ്ങളും ഉണ്ട്. എല്ലാവരും എന്റെ വീഡിയോയിൽ കവർ ചെയ്യാൻ സാധ്യമല്ല. കുഞ്ഞൊരു വീഡിയോ ആണല്ലോ. നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. ബൈ.